പല കേസുകൾ. അവരിൽ വരുന്ന വൈകൃതങ്ങളെ തിരിച്ചറിയാൻ നമ്മൾ കാണാതെ പോകുന്നു, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അതിൽ ഈ അമ്മമാരും അച്ഛന്മാരും എന്ന് പറയുന്ന നിങ്ങൾ ഈ കുട്ടികളെ ഓരോ കാര്യങ്ങളും ശ്രദ്ധ വേണം എന്നുള്ളതാണ്. നമ്മളല്ലെങ്കിൽ പണിയെടുക്കാൻ പോയിട്ട് എന്ത് സമ്പാദിച്ചാലും ആ സമ്പാദ്യം എന്ത് ചെയ്യും? ക്ലിയറായ? അതിൻ്റെ ഒരു കാരണം, ഞാൻ ഇങ്ങാലക്കുട പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്നു ഈ കഴിഞ്ഞ 2 മാസം. അതിനു മുമ്പ് കഴിഞ്ഞ വർഷം നടന്ന മൂർക്കനാട് മർഡർ കേസിൻ്റെ അന്വേഷണം ഞാനായിരുന്നു. മൂർക്കനാട് മർഡർ കേസ് എന്ന് പറയുന്നത് 2 പേരെ കുത്തിക്കൊല്ലുകയും 10 പേരെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച 12 പേർക്ക് കുത്തേറ്റ സംഭവമുള്ള കേസാണ്. അതിൻ്റെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാനായിരുന്നു. ആ അന്വേഷണത്തിൽ 21 പ്രതികളെയാണ് നമ്മൾ ആ കേസിലേക്ക് അറസ്റ്റ് ചെയ്യണം. 20 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ബാക്കി ഒരു പ്രതിനെ കൂടി കിട്ടാൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിൽ വന്നിരിക്കുന്ന മുഴുവനും ലഹരിയുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം. അവിടെ ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി വന്ന മക്കൾ, കഞ്ചാവ് വിൽപ്പന എല്ലാവർക്കും സജീവമാണ്. പുത്തഞ്ചരയും മോശമല്ല. ഞാൻ 2020 സമയത്ത് 27 കിലോ കഞ്ചാവ് കുരുമ്പംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പിടിച്ചിട്ട് ആ കേസിൽ അന്വേഷണം നടത്തി. അപ്പോൾ പുത്തഞ്ചര മോശമാണോ? ഇതെന്തുകൊണ്ട് ലഹരി വരും? അതിനകത്ത് 2019 തുടങ്ങി, 18-19 തുടങ്ങി ഭരണ സംവിധാനത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡാൻസാഫ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് രൂപം നൽകി. ഡാൻസാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന സംഘടന പോലീസിൽ നിന്നും പ്രത്യേകമായിട്ട് തലക്കെടുത്ത് നടത്തി വരുന്നു. നമ്മളൊക്കെ പേടിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന